1996 ജൂലൈ 12 രാവിലെയാണ് ടാക്സി ഡ്രൈവറായ മുരുകന് കന്യാകുമാരിയിലേക്ക് ഒരു ട്രിപ്പ് ലഭിക്കുന്നത്. കുലീനമായി വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയായിരുന്നു കാർ വാടകയ്ക്കെടുത്തത്. തന്റെ സഹായത്തിന് കാത്തു നിൽക്കാതെ കൈവശമുണ്ടായിരുന്ന 3 സ്യൂട്ട് കേസുകൾ അവർ തന്നെ പാടുപെട്ടുകൊണ്ട് ഡിക്കിയിൽ കയറ്റിവെച്ചപ്പോൾ മുരുകൻ തെല്ലൊന്ന് അമ്പരന്നു. കാരണം അതായിരുന്നില്ല യാത്രക്കാരുടെ പതിവ്. കന്യാകുമാരിയിലേക്ക് യാത്ര ആരംഭിച്ചിട്ട് കുറച്ചു സമയമായി. കാറിനകത്ത് നിശബ്ദത തളം കെട്ടി. എന്നാൽ കാറിനകത്ത് ചെറിയ തോതിൽ ദുർഗന്ധം വമിക്കുന്നതായി മുരുകന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. മുന്നോട്ടു പോകുന്തോറും ആ രൂക്ഷഗന്ധം അസഹ്യമായി മാറി. ഒരു അപകടകരമായ നിഗൂഢത ആ കാറിനകത്ത് നിറയുന്നതായി വളയം പിടിക്കുന്ന ആ മുരുകന് മനസ്സിലാക്കാനായിരുന്നു. എന്നാൽ യാത്രക്കാരി ഇതൊന്നും ശ്രദ്ധിക്കുന്നതായി തോന്നിയില്ല. ദുർഗന്ധത്തെ അവർ വകവെക്കാത്തതിൽ അയാൾ അത്ഭുതപ്പെടുകയും ചെയ്തു. മനസ്സിൽ ആശങ്കയുയർത്തുന്ന നിസ്സംഗഭാവമായിരുന്നു ആ സ്ത്രീയുടെ മുഖത്ത് മുരുകന് കാണാനായത്. അപശകുനം പോലെ തോന്നിപ്പിക്കാവുന്ന ചിലത് ചിലപ്പോൾ നല്ലതിനുമാകാം എന്ന് കരുതാവുന്ന സംഭവമാണ് പിന്നീട് നടന്നത്. യാത്ര തുടരവേ അവരുടെ കാർ തകരാറിലായി. യാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം തടസ്സപ്പെട്ടപ്പോൾ ആ സ്ത്രീ മറ്റൊരു കാർ തനിക്ക് തരപ്പെടുത്തി കൊടുക്കുമോ എന്ന് മുരുകനോട് ചോദിച്ചു. ഇതിനകം ഡിക്കിയിൽ നിന്നും അവർ തന്നെ സ്യൂട്ട് കേസുകൾ പുറത്തിറക്കിയിരുന്നു. മുരുകന് ദുർഗന്ധത്തിന്റെ ഉറവിടം അപ്പോൾ വ്യക്തമാവുകയും ചെയ്തു. മറ്റൊരു കാർ ഡ്രൈവറെ ബന്ധപ്പെടാൻ എന്ന വ്യാജേന കാറിന് പുറത്തു നിന്നും മാറിയ മുരുകൻ രഹസ്യമായി ഇക്കാര്യം പോലീസിൽ അറിയിച്ചു. പോലീസിന്റെ വരവിനായി കാത്തുനിന്ന മുരുകന്റെ ചെയ്തികളിൽ സംശയം തോന്നിയ ആ യാത്രക്കാരി സ്യൂട്ട് കേസുകൾ ഉപേക്ഷിച്ച് അവിടെ നിന്നും കടന്നു കളയുകയായിരുന്നു. അന്നേരം സ്ഥലത്തെത്തിയ പോലീസ് പെട്ടികൾ തുറന്നപ്പോൾ നടുക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. ഒരു മനുഷ്യ ശരീരം കൊത്തി നുറുക്കി 3 സ്യൂട്ട് കേസുകളിൽ നിറച്ചിരിക്കുന്നു. കർമ്മനിരതരായ പോലീസ് ആ കാറിനകത്ത് യാത്ര ചെയ്തിരുന്ന സ്ത്രീയെ പിന്നീട് ദിണ്ടിഗലിൽ നിന്നുമാണ് പിടികൂടിയത്. പോലീസിനോട് അവർ തന്റെ പേര് പറഞ്ഞു, ഡോക്ടർ ഓമന. അപ്പോൾ സ്യൂട്ട് കേസിൽ കണ്ട ശരീരഭാഗങ്ങൾ ആരുടേതെന്ന് പോലീസ് ചോദിച്ചു. അത് എന്റെ കാമുകനാണ്, പേര് മുരളീധരൻ. പയ്യന്നൂരിൽ നിന്നുമാണ് ആ കഥയുടെ മറ്റു ഭാഗങ്ങൾ ആരംഭിക്കുന്നത്. അവിടുത്തെ പ്രശസ്തയായ നേത്രരോഗ വിദഗ്ധയായിരുന്നു ഓമന. സംതൃപ്തമായ കുടുംബജീവിതം നയിച്ചു വന്ന അവരുടെ വീടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് കോൺട്രാക്ടർ പി മുരളീധരൻ ആ വീട്ടിലെത്തുന്നത്. വിവാഹിതനായ അയാളുടെ പെരുമാറ്റം മാന്യമായിരുന്നു. വീടിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കവേ ഡോക്ടർ ഓമനയും മുരളീധരനും തമ്മിൽ അടുത്തു. അത് ഒരു പ്രണയബന്ധത്തിലേക്ക് വളരാൻ അധികം സമയമെടുത്തില്ല. എന്നാൽ ഇത് ഇരുവരുടെയും കുടുംബബന്ധം ശിഥിലമാക്കാൻ കാരണമായി. ഇതോടെ ഡോക്ടർ ഓമന മലേഷ്യയിലേക്ക് ചേക്കേറി. എന്നാൽ മുരളീധരൻ അവരെ പിന്തുടർന്ന് മലേഷ്യയിലും എത്തിയതോടെ ഓമനയ്ക്ക് മുരളീധരൻ ഒരു ഭാരമായി കഴിഞ്ഞുവെന്ന് മനസ്സിലായി. അയാൾ ശല്യം ചെയ്യുന്നത് തുടർന്നതോടെ ഓമന ചിലതു കരുതി തന്നെയാണ് അയാളോട് ഊട്ടിയിലെത്താൻ നിർദ്ദേശിച്ചത്. 1996 ജൂലൈ 11 ഇന്ത്യൻ ക്രിമിനൽ ചരിത്രത്തിൽ അത്യപൂർവമായി രേഖപ്പെടുത്തിയ ആ കൃത്യം അരങ്ങേറി. ഉച്ചയോടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഓമനയും മുരളീധരനും സ്റ്റേഷനിലെ 4-ാം നമ്പർ മുറിയിലെത്തി. വാക്ക് തർക്കങ്ങൾക്കൊടുവിൽ ഡോക്ടർ ഓമന മുരളീധരനെ വിഷം കുത്തിവെച്ച് കൊലപ്പെടുത്തി. എല്ലാം കരുതി ഇറങ്ങി പുറപ്പെട്ട ആ സ്ത്രീ രക്തം പൊടിയാതെ ആ മൃതദേഹം മുറിച്ച് കഷ്ണങ്ങളാക്കി. തുടർന്ന് 3 സ്യൂട്ട് കേസുകളിൽ പോളിത്തീൻ കവറുകളിലാക്കി നിറച്ചു. സ്യൂട്ട് കേസുകളുമായി പിറ്റേന്ന് കൊടൈക്കനാലിൽ എത്തി ആത്മഹത്യാ മുനമ്പിൽ ഉപേക്ഷിക്കാനായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ വിനോദസഞ്ചാരികളുടെ സാന്നിധ്യം മൂലം അവർക്ക് ആ ഉദ്യമത്തിൽ നിന്നും പിന്മാറേണ്ടി വന്നു. അങ്ങനെയാണ് അവർ കന്യാകുമാരിയിലേക്ക് യാത്ര തീരുമാനിക്കുന്നത്. വിജനമായ ഇടത്ത് പെട്ടികൾ ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ മൃതദേഹാവശിഷ്ടം അഴുകിയതോടെ ആ നീക്കം പാളിപ്പോയി. ഡ്രൈവർ മുരുകന്റെ സമയോചിതമായ ഇടപെടലിൽ പോലീസ് കയ്യാമം വച്ചത് ഒരു കൊടുംപാതകം ചെയ്തവളെയായിരുന്നു. എന്നാൽ ഡോക്ടർ ഓമനയുടെ കഥ ഇവിടെ തീരുന്നില്ല. 2002 ഫെബ്രുവരിയിലാണ് ഊട്ടി പോലീസ് കോടതിയിൽ സ്യൂട്ട് കേസ് മർഡറിന്റെ കുറ്റപത്രം സമർപ്പിച്ചത്. എന്നാൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. 2001 ഡോക്ടർ ഓമന പരോളിൽ ഇറങ്ങിയ ശേഷം പയ്യന്നൂരിലെ വീടും സ്വത്തുവകകളും വിൽപ്പന നടത്തി. അന്നവർ പത്രസമ്മേളനം നടത്തി താൻ നിരപരാധിയാണെന്ന് അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് ആ വ്യക്തിയെ ആരും കണ്ടിട്ടില്ല. അവർ മലേഷ്യയിലേക്ക് കടന്നുകളഞ്ഞു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഓമനയെ തേടി തമിഴ്നാട് പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിയെങ്കിലും
തിരച്ചിലിൽ യാതൊരു ഫലവും കണ്ടെത്താനായില്ല. എന്നാൽ 2017 മലേഷ്യയിൽ ഒരു കെട്ടിടത്തിൽ നിന്നും വീണു മരിച്ച സ്ത്രീ ഡോക്ടർ ഓമനയാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ പിന്നീടത് തിരുവനന്തപുരം സ്വദേശിയുടേതാണെന്ന് സ്ഥിരീകരിച്ചു. ഇന്ത്യൻ പോലീസ് സേനയുടെ അക്കാദമിക് വിഷയമാണ് സ്യൂട്ട് കേസ് മർഡർ എന്നിരുന്നിട്ട് കൂടി കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെയും കഴിഞ്ഞില്ല എന്നത് നിരാശാജനകമാണ്. എന്നാൽ ചില കേസുകൾ കോടതി മുറികളിൽ അവസാനിക്കാറില്ല. ആ കേസുകൾ ഉപസംഹരിക്കേണ്ടവർ പതിയെ മാഞ്ഞുപോയിരിക്കും. ആർക്കും എത്തിപ്പിടിക്കാനാവാതെ അവർ മറ്റൊരിടത്ത് മറഞ്ഞിരിക്കും. ഡോക്ടർ ഓമനയും മറ്റെവിടെയെങ്കിലും മറഞ്ഞിരിക്കുകയാണോ എന്ന് അവർക്ക് മാത്രമാണ് ഇന്ന് അറിയാനാവുക. മറ്റൊരു ഫ്ലാഷ് ബാക്കുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.